അത് ഭയങ്കര നല്ല പുതുമയുള്ളൊരു ആശയമായിരിക്കും. അത് നിങ്ങൾക്കൊക്കെ എന്നാ തോന്നുന്നത്? അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളൊക്കെ ടീച്ചറിന്റെ 2 പെൺമക്കളെന്നല്ലേ പറഞ്ഞത്? ഞാൻ വെറുതെ ചോദിക്കട്ടെ, കുർബാന സ്വീകരണത്തിന് ഇട്ട ഉടുപ്പേ പിന്നെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല. കുട്ടികള് ഇട്ടിട്ടില്ലല്ലേ? ഇട്ടിട്ടില്ല. നാട്ടിലാവുമ്പോ പെസഹായ്ക്ക് നാട്ടിൽ പിന്നെ പൂവറിയാനെങ്കിലും പിള്ളേര് അല്ലേ കുർബാനയുടെ പ്രദക്ഷിണത്തിന്. ഇതിന് നല്ല വിലയല്ലേ ഇതിന്? അല്ലെ, നല്ല വിലയാന്ന് തോന്നുന്നു. അതെ അതെ അതെ. ക്രിസ്തു പറഞ്ഞ അഭിപ്രായം ശരിക്കും നമ്മുടെ സഭ ഏറ്റെടുത്തിരുന്നെങ്കിൽ, ഈ കേൾക്കുന്നവരും സഭ എന്ന് വെച്ചാൽ ഇപ്പൊ സഭാ തലവന്മാരെ പറയാനുള്ളതല്ല, ജനം ഏറ്റെടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. അതായത് എങ്ങനെയത്, ഈ ഒരു വർഷത്തേക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികൾ കുമ്പസാരിക്കുന്നു. കുമ്പസാരം കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസത്തെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന്, പരിശുദ്ധ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങൾ ആ ഡ്രസ് ഇട്ടുണ്ട് വരിക. അപ്പൊ ഏറ്റവും നല്ല കാര്യം, ഒന്ന് കൊച്ചിന് മനസ്സിലായി എനിക്ക് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി ഞാൻ തിരികെ പിടിച്ചു, വീണ്ടെടുത്തു. 2, അതിനകത്തൊരു ടെസ്റ്റിമണി ഉണ്ട്. ഈ കൊച്ചി ഇത് വരുമ്പോഴേക്കും അതൊരു ഓൾ ആക്റ്റാണ്. ആരും പ്രതീക്ഷിക്കുന്നില്ലിട്ടുണ്ട് വരുന്നത്. അപ്പൊ കൊച്ചു ചോദിക്കുകയാണ്, ഇതെന്നാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കുമ്പസാരം കഴിഞ്ഞ് ഒന്നുകൂടെ ഈശോയെ ഒരുക്കത്തോടെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ സുവിശേഷത്തിന്റെ പ്രഘോഷകരാകുന്നത്. എപ്പോഴും പ്രസംഗിച്ചിട്ടൊന്നും ആയിരിക്കണമെന്നില്ല സുവിശേഷ പ്രഘോഷകർ. ഡ്രസ്സ് ഇട്ടും ആകാം. ഒരു ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റും. മിഷണറിയായി നമ്മൾ കൊച്ചിനോട് പറഞ്ഞ അതൊക്കെയായിരുന്നു, മിഷണറി ആകാനൊക്കെയായിരുന്നു. അത്